श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनि व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते। अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसम्पच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पतन्ति शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। ओम श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। हरि ओम। എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭജഗോവിന്ദം ആദ്യത്തെ 12 ശ്ലോകങ്ങൾ ചൊല്ലാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ മൂഢജഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം നളിനീദളഗത ജലമതിതരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ദിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹദം ച സമസ്തം യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ഛിന്ദാസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കക്കുത ആയാതഃ തത്വം ചിന്തയ തദിഹ ഭ്രാതഃ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തിഃ വയസി ഗതേ കാമവികാരഃ
शुष्के नीरे कः कासारः क्षीणे वित्ते कः परिवारः ज्ञाते तत्त्वे कः संसारः मा कुरु धनजन यौवन गर्वं हरति निमेषात् कालः सर्वं मायामयमिदमखिलं हित्वा ब्रह्मपदं विष विदित्वा दिनयामिन्यौ सायं प्रातः शिशिरवसन्तौ पुनरायातः कालक्रीडति गच्छत्यायुः तदपि न मुञ्चत्याशावायुः भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुकृञ्जकर्णे भज गोविन्दं गोविन्दं भज मूढमते ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിന ആശംസകൾ. നല്ലൊരു ഞായറാഴ്ചയാണ്, പൗർണമിയാണ്, നല്ല ദിവസമാണെന്ന്. ഗ്രഹണം അത് മാത്രമാണ് ഒരു ദുർദിനം എന്ന് പറയാനുള്ള ഒരു സാഹചര്യം. ഗ്രഹണത്തെ പലരും ദുർദിനമായി കണക്കാക്കിയിരിക്കുന്നു. ഗ്രഹണ സമയത്ത് ലൗകികങ്ങളായ കർമ്മങ്ങളൊക്കെ നമ്മൾ വെടിഞ്ഞ് ഈശ്വര ചിന്ത കൂടുതൽ ചെയ്യേണ്ടതായിട്ടുള്ള, ഇൻറ്റൻസ് ആക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഈശ്വര ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഗ്രഹണം നല്ല ദിവസമായി മാറുന്നു. സാധാരണ ദിവസം നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, എല്ലാം അതിൻ്റെ പാട്ടിന് നടക്കും എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിലും, ഈശ്വര കാര്യത്തിലും നമ്മളൊരു അശ്രദ്ധയോടുകൂടി കഴിച്ചു കൂട്ടുമെങ്കിൽ ഗ്രഹണം പോലെയുള്ളതായിട്ടുള്ള ദിവസം വിശേഷമായിട്ട് ഈശ്വര ചിന്തയെ പുലർത്തേണ്ടതായിട്ടുള്ള ദിവസമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ആചാരങ്ങൾ അതിനനുസരിച്ചാണ്. ഈ നേരത്ത് ഗ്രഹണം ആരംഭിക്കുന്നതോടു കൂടിയിട്ട് വേദജപങ്ങൾ, നാമജപങ്ങൾ ഇതൊക്കെ ചെയ്യാറാണ് പതിവ്. പണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണെങ്കിലും ഭജന മഠങ്ങളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹ കൂട്ടായ്മകൾ ഒന്നിച്ചിരുന്നു കൊണ്ട്, ഇപ്പോൾ ബ്രാഹ്മണ സമൂഹ മഠങ്ങൾ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവർ ഒന്നിച്ചിരുന്ന് വേദപാരായണം ചെയ്യും. വേദമന്ത്രങ്ങൾ ചൊല്ലുക, ഗായത്രി ഉരുവിടുക. കാരണം സൂര്യനെ ഗ്രഹണം ബാധിച്ചിരിക്കുമ്പോൾ ആ സൂര്യനെ ആ ഗ്രഹണത്തിൽ നിന്ന് മുക്തമാക്കാനും അതുപോലെ തന്നെ ആ സൂര്യതത്വം എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടാക്കാനും ഗായത്രി ജപം ചെയ്യുന്നത് ഉത്തമമാണ്. വാസ്തവത്തിൽ സൂര്യനെ ഗ്രഹണം ബാധിക്കുന്നുണ്ടോ? സൂര്യനൊരു ഗ്രഹണവുമില്ല, നമ്മുടെ കണ്ണുകൾക്കാണ് ഗ്രഹണം. സൂര്യൻ അവിടെ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു. സൂര്യനോട് പോയി ചോദിച്ചാൽ ഗ്രഹണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കോ എന്ത് ഗ്രഹണം, എപ്പോ, എവിടെ, എങ്ങനെയെന്ന് ചോദിക്കും. കാരണം സൂര്യൻ എന്നും ജ്വലിക്കുന്ന തത്വമാണ്, പ്രകാശസ്വരൂപമാണ്, തേജസ്വരൂപമാണ് സൂര്യൻ. അപ്പോൾ സൂര്യനെ ഒരു കാലത്തും ഗ്രഹണം ബാധിച്ചിട്ടില്ല, ബാധിക്കുകയും ഇല്ല. പിന്നെ ആരെയാണ് ഗ്രഹണം ബാധിക്കുന്നത്? ഭൂമിയിലിരിക്കുന്ന നമ്മളെയാണ് ഗ്രഹണം ബാധിക്കുന്നത്. എന്ത് ഗ്രഹണമാണ് ഇവിടെ? സൂര്യനെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു തടസ്സം ഉണ്ടാവുകയാണ്. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. സൂര്യനും ഭൂമിക്കുമിടയിലായിട്ട് ചന്ദ്രൻ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇതാണ് ഗ്രഹണം എന്നുള്ളതായിട്ടുള്ള അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള തത്വം. അപ്പോ ആ ചന്ദ്രൻ ഭൂമിയെ സ്വാധീനിച്ചുകൊണ്ട് തൻ്റെ നിഴൽ കൊണ്ട് ഭൂമിയെ
ആഗിരണം ചെയ്യുകയാണ്, മറയ്ക്കുകയാണ്. സൂര്യനെ കാണുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുകയാണ്. അപ്പൊ ഇതൊരു ഒരു തത്വം കൂടിയാണ്. ഇതിനൊരു ഫിലോസോഫിക്കലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ദേവതയാണ്. നമ്മൾ സൂര്യനോട് നിത്യവും പ്രാർത്ഥിക്കുന്നത് ആ സൂര്യന്റെ തേജസ് നമ്മുടെ ബുദ്ധിയെ എന്നും പ്രചോദിപ്പിക്കട്ടെ എന്നാണ്, അല്ലെ? ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. നഹ ധിയഃ പ്രചോദയാത്. നമ്മുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ. ആര്? ആ സവിതുഹു ദേവസ്യ ഭർഗഃ, സവിതാവാകുന്ന ദേവന്റെ ഭർഗസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, തേജസ്. ആ സൂര്യന്റെ തേജസ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. എങ്ങനെയാണോ സൂര്യോദയത്തിൽ താമര വികസിക്കുന്നത്, സൂര്യോദയ സമയത്ത് താമര വികസിക്കുന്നു, അതുപോലെ നമ്മുടെ ബുദ്ധിയാകുന്ന താമരയും ആ സൂര്യന്റെ സ്മരണ കൊണ്ട് തന്നെ വികസിക്കുമാറാകട്ടെ. ആ സൂര്യൻ പ്രചോദിപ്പിക്കട്ടെ. അപ്പൊ ബുദ്ധിയുടെ അതിദേവതയായിട്ട് തന്നെ സൂര്യനെ നമുക്ക് കരുതാം. അപ്പൊ അങ്ങനെ ആ സൂര്യന്റെ ഇടയ്ക്ക് ചന്ദ്രൻ വരികയാണ്. ഇപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ശരീരത്തിന്റെ പ്രതീകമാണ് ഭൂമി. പൃഥ്വി, പാർത്ഥിവം എന്നാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്. പാർത്ഥിവം എന്നാണ്. പൃഥ്വിയിൽ ഭവിച്ചത്. പൃഥ്വേഹേ ഇതം, പൃഥ്വിയുടേതാണിത് എന്നതുകൊണ്ട് പാർത്ഥിവം എന്ന് ശരീരത്തിന് പേരുണ്ട്. പൃഥ്വിയിൽ ഭവിച്ചത്. ദിസ് ബിലോങ്സ് ടു ദി എർത്ത്. ഇത് ഭൂമിയുടേതാണ്. ഭൂമിയാണ് ഇതിലെല്ലാം ഉള്ളത്. ഭൂമിയിലുള്ള ഭക്ഷണം തന്നെയാണ് നമ്മൾ ഈ ശരീരമാക്കിയിരിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് വേറിട്ട് ഈ ശരീരത്തിനൊരു നിലനിൽപ്പില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രതീകം തന്നെയാണ്, സമഷ്ടി ശരീരമാണ് ഭൂമി. അപ്പോൾ അതിന്റെ നടുവിൽ സമഷ്ടി മനസ്സിന്റെ തത്വമാണ് ചന്ദ്രൻ. നമ്മുടെ വേദം പുരുഷ സൂക്തമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, മനസ്സോ ദേവതാ ചന്ദ്രമ എന്ന്. മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. അപ്പോ ആ ചന്ദ്രന്റെ ഡോമിനേഷൻ ഇവിടെ ഇടയിൽ വരികയാണ്. ബുദ്ധിയെ മറയ്ക്കുകയാണ്. നമുക്ക് ബുദ്ധിയുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്ന രീതിയിൽ ബുദ്ധിയെ മറയ്ക്കുകയാണ് നമ്മുടെ മനസ്സാകുന്ന, അല്ലെങ്കിൽ ഇവിടെ ചന്ദ്രൻ ചെയ്യുന്നത്. അത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ ചന്ദ്രന്റെ സ്വാധീനത്തിൽപ്പെട്ട്, അഥവാ മനസ്സിന്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ് നമ്മൾ എപ്പോഴും അവിവേകം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബുദ്ധിയുടെ നിർദ്ദേശങ്ങൾ കേൾക്കാതെ, ബുദ്ധിയാകുന്ന സാരഥിയുടെ നിർദ്ദേശങ്ങൾ കേൾക്കാതെ, ഈ മനസ്സിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ഇമോഷണലായിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റലിജൻസ് നഷ്ടപ്പെട്ട് നമുക്ക് മോഹം ബാധിച്ച് നമ്മൾ ഇമോഷണലായിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പോൾ ആ ചന്ദ്രന്റെ തടസ്സമുള്ളപ്പോൾ നമ്മൾ പ്രവർത്തിക്കരുത്, എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമ്മൾ പിന്തിരിയണം എന്ന് പറഞ്ഞ് കാണിച്ചു തരുമ്പോൾ, നമ്മുടെ മനസ്സ് കൂടുതൽ വികാര വിജൃംഭിതമായിരിക്കുമ്പോൾ, അത് ബുദ്ധിയെ മറച്ചിരിക്കുമ്പോൾ, ബുദ്ധിയെ ഗ്രഹിച്ചിരിക്കുമ്പോൾ, അല്ലെ, ബുദ്ധിക്ക് ഡെലൂഷൻ, മനസ്സിന്റെ വിജൃംഭിതമായ ഭാവം കൊണ്ട്. അപ്പൊ മനസ്സാണ് ഇവിടെ ഡോമിനന്റ് ആയിരിക്കുന്നത്. ബുദ്ധി വളരെ നിഷ്പ്രഭമായി പോയിരിക്കുകയാണ്, പ്രകാശിക്കാതായിരിക്കുകയാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ പ്രവൃത്തികൾ വിവേകരഹിതമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും. അത് നിങ്ങൾക്ക് ദുഃഖകാരണമായി തീരും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് നമ്മുടെ പൂർവികർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ എപ്പോഴും ഇമോഷണലായിട്ട് വല്ലാതെ വയലന്റ് ആയിരിക്കുന്ന സമയത്ത്, വിജൃംഭിതരായിരിക്കുമ്പോൾ നമ്മളോട് ഒന്നും ചെയ്യരുത്, ഒന്ന് ശാന്തരായിരിക്കും. ഇപ്പൊ ഈവൻ നമ്മുടെ ഗൃഹത്തിലൊരു മരണം സംഭവിച്ചു എന്ന് പറയുക, അപ്പൊ നമ്മൾക്ക് ഇമോഷണലി നമ്മൾ അപ്സെറ്റ് ആണ്, വല്ലാത്തൊരു വയലന്റ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്, കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളില്. അപ്പൊ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ബുദ്ധിയെ മറച്ചിരിക്കുകയാണ് ഈ ഇമോഷൻസ്. ആ സമയത്ത് നമുക്ക് ശൂന്യം ബാധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലൊരു ശൂന്യതയാണ്, ഒന്നും വേണ്ടതൊന്നും പ്രകാശിക്കുന്നില്ല. അപ്പൊ നമ്മളോട് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കണം. അതാണ് വലായ്മ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സന്ദർഭം. അപ്പൊ നിങ്ങളുടെ ബുദ്ധി ഇപ്പൊ ആകെ
കലങ്ങി മറിഞ്ഞിരിക്കുന്ന വിക്ഷുബ്ധമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, മനസ്സ് വിക്ഷുബ്ധമായിരിക്കുന്ന അവസ്ഥയാണ്, ബുദ്ധി പ്രകാശിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വളരെ വേണ്ടപ്പെട്ടവർ മരിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം വിശ്രമം തരുന്നു. ആ വിക്ഷോഭത്തിൽ നിന്ന് നമ്മൾ മനസ്സൊന്ന് ശാന്തമായിട്ട് വേണം ഇതെല്ലാം ഈ എന്താ പറയുക ആ ഫാക്റ്റുകളൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനൊരു ശാന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് തിരിച്ചു വരാം. അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ ഒരു അനുവാദം തന്നിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പെല എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്നത്, നമ്മൾ വി ആർ നോട്ട് ഫിറ്റ്, ഫുള്ളി ഫിറ്റ് അല്ല നമ്മൾ ആ സമയത്ത്. നമ്മൾ എന്ത് ചെയ്താലും അത് എന്തെങ്കിലും അബദ്ധമായിട്ട് ഭവിക്കും. അത് ഈശ്വര കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിരുത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അതും ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഓരോരുത്തർക്കും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. പക്ഷെ അതും വേണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും എക്സംഷൻ തന്നിരിക്കണം. അപ്പൊ പിന്നെ ബാക്കി ലൗകിക കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഗ്രഹണം ബാധിക്കുക എന്ന് പറയുമ്പോൾ. നമ്മൾ കോപിച്ചിട്ട് ആരോടെങ്കിലും ശണ്ട കൂടി നിൽക്കുമ്പോൾ നമ്മുടെ കാരണവന്മാരോ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാരോ ഒക്കെ ആണെങ്കിൽ നമ്മളോട് പറയും അത് ഒരു 30 വരെ എണ്ണും, ദേഷ്യം വന്നാൽ ഒരു 30 വരെ എണ്ണും എന്ന് പറഞ്ഞ് നമ്മളെ ഇപ്പുറത്ത് മാറ്റി നിർത്തി 30 വരെ എണ്ണാൻ പറയും. 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മളൊരു 30 വരെ എണ്ണുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം, വികാരം ഒന്ന് അടങ്ങും, മനസ്സൊന്ന് ഏകാഗ്രമാകും, ഒന്ന് സ്വസ്ഥമാകും, ഒന്ന് ശാന്തമാകും. അതിനുശേഷം നമ്മൾ പിന്നെ നമ്മുടെ പ്രവൃത്തികളിലേക്ക് നമുക്ക് മുഴുകാം. അപ്പൊ അതുപോലൊരു സന്ദർഭമാണ് ഈ ഭൂമിയെ മൊത്തത്തിലായിട്ട് ചന്ദ്രൻ സൂര്യന്റെ ഇടയ്ക്ക് വന്ന് സൂര്യപ്രകാശത്തെ മറയ്ക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ മനസ്സിന്റെ സ്വാധീനം കൊണ്ട് നമ്മൾക്ക് വികാരം ഉണ്ടാകുന്നത് പോലെ തന്നെ, ബുദ്ധിയുടെ സ്വാധീനം കുറയുന്നത് പോലെ തന്നെ പ്രകൃതിയിലും സൂര്യരശ്മികളുടെ സ്വാധീനം കുറയുന്നത് കൊണ്ട് വിഷജന്തുക്കൾക്കൊക്കെ ഇവിടെ ശക്തി വർദ്ധിക്കും, ദുഷ്ടശക്തികൾ ഇവിടെ ശക്തി പ്രാപിക്കും. അപ്പോൾ ആ വിഷജന്തുക്കളെയും ദുഷ്ടശക്തികളെയും കൃമികീടങ്ങളെയും ഒക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി, അവയെ അകറ്റി നിർത്താൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. ഭക്ഷണം പാചകം ചെയ്യുക, കഴിക്കുക, പാചകം ചെയ്തത് എടുത്തു വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പല നിയന്ത്രണങ്ങളും വച്ചിരിക്കുന്നു. ആ ഡിസിപ്ലിൻസ് നമ്മൾ പാലിക്കുക. എന്നിട്ട് ഗ്രഹണം കഴിഞ്ഞതിന് ശേഷം ശരീരവും ഗൃഹവും ഒക്കെ ശുദ്ധിയാക്കിയ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം പാചകം ചെയ്യുക, കഴിക്കുക എന്നൊക്കെ വിധി വെച്ചിരിക്കണം. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഈ കൊറോണ വൈറസ് കാലത്ത് എന്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകൂ, കാല് കഴുകൂ, മുഖം കഴുകൂ, എന്ത് തൊട്ടാലും ഒക്കെ കഴുകൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നില്ല. ഇത് തന്നെയാണ് ഗ്രഹണ സമയത്തും വൈറസുകൾ, ബാക്ടീരിയകൾ, അണുക്കൾ ഒക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ടുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ശരീരശുദ്ധി വരുത്തി അല്ലെങ്കിൽ കുളിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ നല്ലോണം സേഫായിട്ട് അതിനെ വൃത്തിയാക്കുക. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈശ്വര ഭജനം. കാരണം ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ, ബുദ്ധിയെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ, ബുദ്ധിയുടെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു കൊണ്ടുവരാൻ ഈശ്വര അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ നമ്മുടെ വിവേക ശക്തി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈശ്വര ഭജനം ചെയ്യാം. അപ്പോൾ ഇതൊരു അനുഗ്രഹമാണ്. കൊറോണ നമ്മൾ എങ്ങനെ അനുഗ്രഹമാക്കിയോ, ലോക്ക്ഡൗൺ എങ്ങനെ നമ്മൾ അനുഗ്രഹമാക്കിയോ, അതുപോലെ ഗ്രഹണവും ഒരു അനുഗ്രഹമാക്കി മാറ്റാം. എങ്ങനെ? ഈശ്വര സ്മരണ കൊണ്ട്. സാധാരണ ദിവസങ്ങളിൽ സ്മരിക്കാത്തവർ പോലും ഈ ദിവസങ്ങളിൽ, ഈ സന്ദർഭത്തിൽ ഈശ്വര സ്മരണ ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു ഗ്രഹണവും ബാധിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഉള്ളിലെ സൂര്യൻ എന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആത്മസൂര്യൻ. ആ ആത്മസൂര്യനെ മറയ്ക്കാൻ ഒരു ചന്ദ്രനും ഒരു മനസ്സിനും നമ്മൾ എന്താ പറയുക, അനുവാദം കൊടുക്കാതിരിക്കുക. നമ്മുടെ മനസ്സിനെ വളരെ മോഹം കൊണ്ട്, ക്രോധം കൊണ്ട്, കാമം കൊണ്ട് ഒക്കെ ഇമോഷണലായി വല്ലാതെ വയലന്റ് ആവാൻ അനുവദിക്കാതിരിക്കുക.
ഇതാണ് നമുക്ക് ഗ്രഹണ സന്ദർഭത്തിൽ പറയാനുള്ളതായിട്ടുള്ള ഒരു ഗ്രഹണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരു തത്വം. അപ്പൊ നമ്മൾ അത് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ശ്ലോകം കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര കസ്യത്വം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. നിന്റെ ഭാര്യയും നിന്റെ മക്കളും ആരാണെന്ന് ചിന്തിക്കൂ. ഈ സംസാരം അതീവ വൈചിത്ര്യങ്ങൾ നിറഞ്ഞതാണെന്ന് അറിയൂ. നീ ആരുടേതാണ്? നീ ആരാണ്? നീ എവിടെന്ന് വന്നു? ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നീ ചിന്തിക്കൂ സഹോദര. ഭ്രാതഃ എന്ന് വിളിച്ചുകൊണ്ട് ആചാര്യ ഭഗവത്പാദർ നമ്മളോടൊക്കെ പറയണ്, സഹോദര. ആ ഒരു വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ വിളിച്ചു പറയുന്നു, ഇതിൻ്റെയൊക്കെ തത്വം ചിന്തിക്കൂ. ഇതിൻ്റെയൊക്കെ തത്വം ചിന്തിക്കുമ്പോൾ ഇതിലൊക്കെയുള്ള മോഹം, ആ ഭ്രമം മാറിക്കിട്ടും. ഈ മോഹമാണ് അല്ലെങ്കിൽ ഭ്രമമാണ് നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം. അല്ലാതെ വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ല. വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ എന്നും ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോരോ സാഹചര്യങ്ങളും മാറി മാറി മാറിക്കൊണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ ശക്തിയില്ല. അതൊക്കെ ഫാക്റ്റുകളാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പരിഹാരമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രകൃതിയിലെ നിയമങ്ങൾ, ഈശ്വരന്റെ വിലാസങ്ങൾ, വിധിയുടെ വിളയാട്ടുകൾ, ഇതിലൊന്നും നമുക്ക് ശക്തിയില്ല അതിനെ നിവാരണം ചെയ്യുവാൻ. അതുകൊണ്ട് തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. ഭഗവാൻ ഗീതയിൽ അർജുനനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, അപരിഹാര്യേ അർത്ഥേ, പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നത്വം ശോചിതുമർഹസി, പരിഹാരമില്ലാത്തതിനെ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇത് എന്നാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അക്സെപ്റ്റ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഇത് പരിഹാരമില്ലാത്തതാണ്, ഇതൊരു ഫാക്റ്റാണ്, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പരിഹാരമുള്ളതിനെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എനി സൊല്യൂഷൻ, ഇറ്റ് ഈസ് എ പ്രോബ്ലം. പ്രോബ്ലവും ഫാക്റ്റുകളും തമ്മിലുള്ള വകതിരിവാണ് നമുക്ക് വേണ്ടത്. ഫാക്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുക, പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉള്ളതാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വിവേകപൂർവം ചിന്തിച്ച് ആ പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്താൽ അതും ദുഃഖമാവുന്നില്ല. അപ്പൊ ഇവിടെ ദുഃഖിക്കേണ്ടതായിട്ടൊന്നുമില്ല, വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല, മോഹിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മുടെ മോഹം എന്നുള്ളത് നമ്മൾ വിവേകരാഹിത്യമാണ് മോഹം. വിചാരം ചെയ്യാതെ വകതിരിവില്ലാത്ത പെരുമാറ്റമാണ് മൂഢത്വം, മോഹം എന്ന് പറയുന്നത്. അപ്പൊ ആ മോഹം പോകാൻ വിചാരം ചെയ്യൂ. തത്വം ചിന്തയ തദിഹ ഭ്രാത. ചിന്തിക്കും തോറും നമുക്ക് ഓരോന്നിൻ്റെയും പരമാർത്ഥം തെളിഞ്ഞു വരും. അതോടുകൂടി അതിലുള്ള അജ്ഞാനം, അന്യതാജ്ഞാനം, തെറ്റിദ്ധാരണകൾ ഒക്കെ നീങ്ങിപ്പോകും എന്നർത്ഥം. അജ്ഞാനം നീങ്ങുന്നതോടുകൂടി പിന്നെ അന്യതാജ്ഞാനം നിൽക്കുകയില്ല. കയറാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി പിന്നെ അതിലുള്ള പാമ്പിനെ കുറിച്ച് ഒരു പേടി ഉണ്ടാവില്ല. നമുക്ക് ഉണ്ടാവോ? മറ്റത് കയറിനെ മങ്ങിയ വെളിച്ചത്തില് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ഭയപ്പെട്ട് ഓടുകയാണ്. അതിൻ്റെ ഇടയിൽ വീഴുകയും തലപൊട്ടുകയും കയ്യും കാലും മുറിയുകയും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ ഭയപ്പെട്ടിട്ട് തന്നെ ആളുടെ കാറ്റ് പോകാം, ഹാർട്ട് അറ്റാക്ക് വരാം. എന്നിട്ട് വടിയെടുക്കുക, ആളെ വിളിക്കുക, എന്തൊക്കെയോ ചെയ്യണു നമ്മൾ. വാസ്തവത്തിൽ നമ്മൾ നല്ലോണം ഒന്ന് വെളിച്ചടിച്ച് നോക്കിയിരുന്നെങ്കിൽ, അത് എന്താണ് സാധനം എന്ന് നോക്കിയിരുന്നെങ്കിൽ, അത് കയറാണ് എന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഈ വെപ്രാളമൊക്കെ വേണ്ടിയിരുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ ഇതേപോലെയാണ് നമ്മുടെ വ്യവഹാരം. എല്ലാ ലോക വ്യവഹാരങ്ങളും നമ്മൾ കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കൂട്ടരാണ്. അതിന്റെ പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കില്ല, സത്യം എന്താണെന്ന് അന്വേഷിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ അതിനെ നമ്മുടെ വകയായിട്ട് കുറെ കൂടി കൂട്ടി അങ്ങോട്ട് വലുതാക്കി പർവ്വതീകരിച്ച് അതിൻ്റെ പേരിൽ വിഷമിക്കും. അതിൻ്റെ
പശ്ചാത്തലത്തെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ വസ്തുതയെ ബോധ്യപ്പെട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ടതാണെങ്കിൽ സോൾവ് ചെയ്യുക. ഇതാണ് വിവേകികളായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. പക്ഷെ ആളുകൾ പലരും വിവേകമില്ലാതെ വികാരത്തിനടിമകളായിട്ട് പെരുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. അവരാണ് മോഹിതർ, മൂഢർ. ഇപ്പൊ ചിന്തിക്കാനാണ് പറയുന്നത്. എവിടെയോ വെച്ച് കണ്ടുമുട്ടിയുള്ളതാണ് ഭാര്യ. എപ്പോ വേണമെങ്കിൽ എവിടെ വിട്ടു വേണമെങ്കിൽ നമ്മളെ വിട്ടു പോകാം. ഒരു കാര്യത്തിലും ഗ്യാരണ്ടി ഇല്ല. ആയുസ്സിന്റെ കാര്യത്തിലും ഗ്യാരണ്ടി ഇല്ല. അതാണ് തീരെ ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യം. പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തിലും ഗ്യാരണ്ടി ഇല്ല, അല്ലേ? അതേ ഭാര്യ തന്നെ ചിലപ്പോ നമ്മുടെ ഘാതകി ആവാം. ഇഷ്ടംപോലെ കഥകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും ഗുണ്ടകളെ കൊണ്ട് കൊല്ലിച്ചു എന്ന് വരാം. തിരിച്ചും ഭർത്താവ് ഭാര്യയെ പാമ്പിനെ വിട്ടിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഘടിപ്പിച്ചു എന്ന് വരാം. അപ്പൊ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം, റിലേഷൻഷിപ്പ് എത്രമാത്രം എന്ന് മനസ്സിലാക്കി ആ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരെ സ്നേഹിച്ചും അവർക്ക് വേണ്ട നമ്മുടേതായിട്ടുള്ള ധർമ്മം ചെയ്തുകൊണ്ടും പോകുന്നത്രയും ദൂരം പോകട്ടെ. എവിടെ വെച്ച് വേണമെങ്കിൽ പിരിയാവുന്നതാണ്. വലിയ പ്രതീക്ഷകളൊന്നും വെക്കേണ്ട. പ്രതീക്ഷകളാണ് നിരാശകൾക്ക് കാരണം. അപ്പോ ലോക സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് അവനവന്റെ ധർമ്മത്തെ, അതാണ് ധർമ്മം ചെയ്യാനേ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവനവന്റെ ഡ്യൂട്ടീസ്, ഭാര്യയോട് ഡ്യൂട്ടീസ് ഉണ്ട്, മക്കളോട് ഡ്യൂട്ടീസ് ഉണ്ട്, കുടുംബത്തോട് ഡ്യൂട്ടീസ് ഉണ്ട്, സമൂഹത്തോട് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസൊക്കെ ഈശ്വര പൂജയായി ചെയ്യുക. കാരണം ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നിരാശയുണ്ടാവുക, കോപമുണ്ടാവുക ഒക്കെ ചെയ്യുക. നമ്മളൊരു വ്യക്തിയെ സ്നേഹിച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പലതും ചെയ്യുമ്പോൾ അവരതിനെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുകയും വിപരീതമായി എടുക്കുകയും നമ്മളെ നിന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവൾ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാണല്ലോ എന്നോട് പെരുമാറുന്നത്, ഞാൻ ഇനിയിപ്പോ എന്തിനു ചെയ്യണം, ഞാൻ ഇനിമേൽ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കാറുണ്ട്. അപ്പൊ അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരന് സമർപ്പണമാക്കി, ഈശ്വര ആരാധനയാക്കി, കർമ്മയോഗമാക്കൂ, യജ്ഞമാക്കി ചെയ്യൂ, ധർമ്മമാക്കി ചെയ്യൂ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ ആത്മാർത്ഥത നിങ്ങൾക്ക് നിങ്ങളോടുണ്ടായാൽ മതി, ഈശ്വരനോടുണ്ടായാൽ മതി. എല്ലാം ഈശ്വരൻ അറിയുന്നുണ്ട്. ആ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് തൃപ്തി കിട്ടിയാൽ മതി. അതിന്റെ ഫലം നിങ്ങൾ നിശ്ചയിക്കണ്ട. അത് ഫലം വരുന്നത് വരട്ടെ. ഫലം എങ്ങനെ വേണമെങ്കിൽ വരാം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വരില്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ വെക്കാതിരിക്കുക. ഫലം വരാതിരിക്കില്ല. എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. പക്ഷെ അത് നിയന്ത്രിക്കുന്നത്, കർമ്മഫലത്തെ നിയന്ത്രിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹം മാത്രമല്ല ഫലത്തിന്റെ എന്താ പറയുക നിയന്താവ്. നമ്മൾ ചെയ്ത കർമ്മം വേണ്ടതുപോലെ ആവണം, യഥാസമയമാവണം, എത്ര ഗുണമായിട്ട് അത് ചെയ്തു, പൂർണ്ണമായിട്ട് ചെയ്തു, അതിനനുസരിച്ചാണ് അതിന്റെ ഫലം. അപ്പൊ കാലം, ദേശം, പാത്രം, നമ്മുടെ ശക്തി, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈവം എന്നൊരു ഘടകം ഉണ്ടായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാല് അദൃഷ്ടമായിട്ടൊരു ഘടകം. ഏത് കർമ്മത്തിന്റെ പുറകിലും ദൈവം എന്നൊരു ഘടകമുണ്ട്. ദൈവം എന്നാൽ വിധി എന്ന് നമ്മൾ പറയും, അദൃഷ്ടം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൂർവ്വകർമ്മങ്ങളുടെയൊക്കെ ഫലമാണ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്നതിന്റെ മാത്രം ഫലമല്ല നമ്മൾക്ക് കിട്ടുക, നമ്മൾ മുമ്പ് ചെയ്തതിന്റെ ഫലം കൂടി കാത്തു കിടപ്പുണ്ട്. അത് നമ്മൾ മുമ്പ് ചെയ്തത് പാപങ്ങളാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിന് അത് വിഘാതമായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഫലിക്കില്ല, നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. കാരണം ഇപ്പൊ നമ്മൾ കുറെ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക നേരത്തെ തന്നെ. അപ്പൊ ഇപ്പൊ നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഈ കടം വീട്ടാനല്ലേ പറ്റുള്ളൂ. ഈ കടത്തിന്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയി പോകും. ആ കടങ്ങൾ വീട്ടിയതിന് ശേഷമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ.
നേരെ മറിച്ച് നമ്മൾ കുറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കണമെങ്കിലോ രണ്ടും കൂടി ചേർത്ത് നമുക്ക് അനുഭവിക്കാം, അല്ലേ? അപ്പൊ അതുപോലെയാണ് നമ്മൾ മുമ്പ് പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെറിയൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വലുതായിട്ട് വരും. നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തൊരു ഭാഗ്യം, ഈശ്വര അനുഗ്രഹം, ഞാൻ അർഹിക്കുന്നതിനേക്കാൾ, ഞാൻ ചെയ്ത കർമ്മത്തേക്കാൾ വലിയ ബലം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ ലോട്ടറി അടിക്കും പോലെയുള്ളതായിട്ടുള്ള വലിയ ലക്കുകളൊക്കെ നമുക്ക് വരും. നമ്മൾ ചെയ്തതിന്റെ എത്രയോ ഇരട്ടി ബലം ലഭിക്കാറുണ്ട്. അതിനെ ഭാഗ്യം എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ പൂർവ്വകർമ്മത്തിന്റെ ഫലമാണ്. അത് അക്യുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത കർമ്മം അതിനെ തുറന്നു വിട്ടു, എല്ലാം കൂടി അനുകൂലമായിട്ട് നമുക്ക് വന്നു. അതുപോലെ മുമ്പ് ചെയ്ത പാപങ്ങള് അക്യുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട് സഞ്ചിതമായിട്ട്. നമ്മൾ ഇപ്പൊ ചെയ്തതായിട്ടുള്ള ചില കർമ്മങ്ങൾ ആ പാപത്തിനെ തുറന്നു വിട്ടു. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ദുരിതഫലമായിരിക്കും വരിക, ദുഃഖങ്ങളായിരിക്കും വരിക. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കണം, തീർച്ചയായിട്ടും അത്രയും കടം വീട്ടിയല്ലോ, അത്രയും എൻ്റെ ഇനിയും എന്തായാലും ഈ കടം ഞാൻ വെച്ച് കിടപ്പുണ്ട്. ആ കടം വീട്ടിയതിന്റെ ഒരു ആശ്വാസം ഓരോ ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ, എന്ന് വെച്ചാൽ വിപരീത ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. എൻ്റെ ഏതൊക്കെയോ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഏതൊക്കെയോ പാപങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും കഴിഞ്ഞുവല്ലോ, ഇനി അത് കഴിച്ച് ബാക്കിയല്ലേ ഞാൻ അനുഭവിക്കേണ്ടതുള്ളൂ എന്ന് ആശ്വസിക്കാം. അപ്പൊ അതിനാണ് നമ്മൾ എല്ലാം ഈശ്വരാർപ്പണമാക്കി ചെയ്യുന്നത്. നമ്മൾ വ്യക്തികൾക്കല്ല സമർപ്പിക്കേണ്ടത്, എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുക. അപ്പൊ നമുക്ക് നിരാശകളില്ല, ഫ്രസ്ട്രേഷൻ ഇല്ല. അതിൻ്റെ വരുന്നതെല്ലാം ഈശ്വര പ്രസാദം എന്നുള്ള ഭാവം. നല്ലത് വന്നാലും നെഗറ്റീവായിട്ട് വന്നാലും അത് ഈശ്വരൻ എനിക്ക് ഇതാണിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഇച്ഛയാണിത്, അദ്ദേഹത്തിന്റെ പ്രസാദം ഞാൻ എൻ്റെ തുറന്ന മനസ്സോടെ സന്തോഷപൂർവം ഞാൻ സ്വീകരിക്കുന്നു, സന്തുഷ്ടനായി ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതാണോ കിട്ടിയത് എന്ന് ഞാൻ ചോദിക്കില്ല. കാരണം ഇതാണ് ഞാൻ അർഹിക്കുന്നത്, ഈശ്വരൻ എനിക്കത് തന്നു, അത് ഈശ്വരന്റെ പ്രസാദം. ഈശ്വരനോട് കണക്ക് പറയാൻ വളർന്നിട്ടില്ല ഞാൻ. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് നല്ലോണം അറിയുന്ന ആളാണ് ഈശ്വരൻ. എൻ്റെ എല്ലാ കണക്കുകളും ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് എൻ്റെ അർഹത എന്നേക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് കണക്ക് തെറ്റില്ല. അതുകൊണ്ട് എന്ത് വന്നാലും അതിനെ ഞാൻ പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് കുടുംബത്തിൽ എല്ലാവരെയും എന്താ പറയുക, നിഷ്കളങ്കമായി സ്നേഹിക്കാം, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാം. അവർ ഭാവിയിൽ എന്തോ ചെയ്തോട്ടെ, മുമ്പ് എന്തോ ചെയ്തോട്ടെ, മുമ്പ് നമ്മളെ പല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ടാവാം, നമ്മളെ നിന്ദിച്ചിട്ടുണ്ടാവാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, പോട്ടെ, അതൊക്കെ മറക്കുക. ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ്. നാളെ അവർ എന്ത് രീതിയിൽ വേണമെങ്കിലും നമ്മളോട് പെരുമാറാം. അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ കാൽക്കുലേറ്റീവായിരിക്കേണ്ട, മുൻവിധികളോടുകൂടി ഇരിക്കേണ്ട. നാളെ ചിലപ്പോൾ അവർ നമ്മളോട് കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറാം. നമ്മളെ ശരിക്കും മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാം അവര്. ഇപ്പൊ അവര് നമ്മളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതൊക്കെ ഈശ്വരനെ വിടുക. ഈശ്വരൻ നമ്മളെ ഓരോ രീതിയിൽ പരീക്ഷിക്കുന്നതാണെന്ന് കരുതാം, നമ്മളെ പാകപ്പെടുത്താൻ വേണ്ടി. ഏത് സാഹചര്യത്തിലും തളരാത്തവരായി, എതിർച്ചാ ലാഭസന്തുഷ്ടരായി നമ്മൾ പരിശീലിക്കണം. അതിനൊക്കെയാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ചിന്തിക്കുക, ആരാണ് നിന്റെ ഭാര്യ, നിന്റെ മകൻ, നീ ആരാണ്, നീ എവിടുന്നാ വന്നത്, നീ ആരുടേതാണ്, ഈ തത്വമെല്ലാം ഒന്ന് ചിന്തിക്കൂ. ഒരുപാട് അവകാശികൾ ഉണ്ടാവും നമുക്ക്. ജന്മാന്തരങ്ങളിൽ നമുക്ക് ഒരുപാട് അച്ഛനമ്മമാരുണ്ടായിട്ടുണ്ട്, ജന്മാന്തരങ്ങളിൽ ഒരുപാട് ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോ ആരാണ് ശരിക്കുള്ള നമ്മുടെ ഭാര്യ, ആരാണ് ശരിക്കുള്ള അച്ഛൻ, ആരാണ് ശരിക്കുള്ള അമ്മ, ആരാണ് നമ്മുടെ മക്കൾ? അപ്പോ ഇതെല്ലാം നാടകത്തിലെ വേഷങ്ങൾ മാത്രമാണ്.
പന്തർ പെരുവഴിയമ്പലം തന്നിലെ തന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് സുഖമായിട്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്തുകൊണ്ട് ജീവിക്കാം. നമുക്ക് ആരിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടൊരു പ്രതീക്ഷയും വേണ്ട. നമുക്ക് വരാനുള്ളതൊക്കെ വരും. അത് ആരുടെ രൂപത്തിലായിരിക്കും വരിക എന്നുള്ളത് നമുക്കറിയില്ല. അത് ഈശ്വരനാണ് തരുന്നത്. ഓരോരുത്തരിലൂടെ ഈശ്വരൻ അവരെ നിമിത്തമാക്കുന്നു. നമ്മളെ ഉപദ്രവിക്കാനാണെങ്കിലും ഈശ്വരൻ അയാളെ ഉപയോഗിക്കുന്നു. നമ്മളെ സഹായിക്കാനാണെങ്കിലും ഈശ്വരൻ അയാളിലൂടെ ഈശ്വരന്റെ കൈ നീട്ടി വരുന്നു. ഈശ്വരൻ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ആയിരക്കണക്കിന് ശിരസ്സും ആയിരക്കണക്കിന് കാലും ആയിരക്കണക്കിന് കയ്യും കണ്ണുമുള്ളവനാണ് ഈശ്വരൻ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഓരോരുത്തരുടെ ശിരസ്സും ഓരോരുത്തരുടെ കാലും കയ്യും ഈശ്വരന്റെ കയ്യും കാലുമാണ്. അപ്പൊ ഏത് കൈയാണ് നമ്മുടെ നേർക്ക് സഹായമായിട്ട് നീളുക, അതും ഈശ്വരന്റെ കൈ തന്നെയാണ്. ഏത് കൈയാണ് നമ്മളെ ഉപദ്രവിക്കാൻ നീളുക, അതും ഈശ്വരന്റെ കൈ തന്നെയാണ്. നമ്മൾ അതാണ് അർഹിക്കുന്നത്. അത് ഈശ്വരൻ ആ പ്രകാരത്തിൽ ചെയ്യുന്നു. അതിനെ അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അപ്സെറ്റ് ആവില്ല. എല്ലാം ആസ്വദിക്കാറാവും. എല്ലാം ഒരു തമാശ, ഒരു ലീല. ജീവിതമേ ഒരു ലീലയായിട്ട് നമുക്ക് കഴിയാൻ കഴിയും. ചിന്തിക്കുക. മറ്റത് ഓവറായിട്ടുള്ള ആസക്തി, എല്ലാറ്റിലുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷ, അമിതമായിട്ടുള്ള ഇൻവോൾവ്മെന്റ്, അതൊക്കെയാണ് നമ്മുടെ ദുഃഖ കാരണം. അടുത്ത ശ്ലോകം നോക്കാം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഒരു സത്യാന്വേഷിക്ക് സ്വതന്ത്രനാവാനുള്ള, പൂർണ്ണതയിലേക്ക് ഉയരുവാനുള്ള പടികളെ കാണിച്ചു തരികയാണ് ആചാര്യ ഭഗവത്പാദർ ഈ ഒരു ശ്ലോകത്തിൽ. ഈ പടികൾ കയറി നിങ്ങൾക്ക് ജീവൻ മുക്തി എന്ന് പറയുന്ന പരമസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയിൽ വിരാജിക്കാം. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ജീവനേവ മുക്തി. ജീവിച്ചിരിക്കെ തന്നെ മുക്തരായിരിക്കാം നമുക്ക്. ഇവിടെ തന്നെ, ഇപ്പൊ തന്നെ. ഇഹൈവ അത്രൈവ അദ്യൈവ. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാതെ മരിച്ചിട്ട് എവിടെയോ പോയിട്ട് അനുഭവിക്കാനുള്ളതല്ല മുക്തി. സ്വർഗത്തിലോ വേറെ എവിടെയെങ്കിലോ ഏതെങ്കിലും വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോയിട്ട് അനുഭവിക്കുവാനുള്ളതല്ല മുക്തി. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അനുഭവിക്കാവുന്നതാണ് മുക്തി. നിങ്ങളുടെ പാകതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ടത്ര ഉൾക്കൊള്ളാനുള്ള പക്വതയുണ്ടോ? അന്ധക്കരണ ശുദ്ധിയുണ്ടോ? നിഷ്കളങ്കമായിട്ട് ആചാര്യന്മാർ ശാസ്ത്രങ്ങൾ പറയുന്നതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള പാകതയുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ തന്നെ എൻലൈറ്റൻഡ് ആവാം, എന്നിട്ട് സ്വതന്ത്രരായിരിക്കാം. ആ ഒരു അറിവ് നിങ്ങൾക്ക് എന്നും കൂടെ പ്രകാശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രരായിട്ട് കഴിയാം. ജീവിതം ആനന്ദപൂർണമാക്കാം. അപ്പൊ അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്ന അവസ്ഥ. സ്വാതന്ത്ര്യത്തിന്റെ കാഷ്ടയാണത് ജീവൻ മുക്തി. ആ ജീവൻ മുക്തനാവാനുള്ള പടികളെ പറഞ്ഞു തരുകയാണ് ഈ ശ്ലോകം. അപ്പൊ ആദ്യം ഒരു പ്രാകൃതനായിട്ടുള്ള ഒരാൾ, ആധ്യാത്മികമായിട്ടുള്ള കാര്യത്തിലൊന്നും യാതൊരു ആഭിമുഖ്യവും ഇല്ലാതിരുന്ന ഒരാൾ ഇപ്പോ തനിക്ക് തത്വം ചിന്തിക്കാറായി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, തത്വം ചിന്തയ തതിഹ ഭ്രാതഃ.
ഹേ സഹോദര, നീ തത്വം ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളൊന്ന് ഉണർന്നത്. അതെ, ഞാൻ സത്യ അന്വേഷണം ചെയ്യണം. അപ്പൊ എവിടെ പോയിട്ടാണ് അന്വേഷിക്കുക? ഏത് കടയിലാണ് അത് വാങ്ങിക്കാൻ കിട്ടുക? അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയാൽ കിട്ടുമോ? ഷോപ്പിംഗ് മാളിൽ പോയാൽ കിട്ടുമോ? എവിടുന്നാണ് ഈ തത്വം ചിന്തിക്കാൻ നമുക്ക് കഴിയുക? ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ പോയാൽ കിട്ടുമോ? ഈവൺ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുമോ ഈ തത്വ ചിന്ത, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ളതായിട്ടുള്ള ഉത്തരം? ക്ഷേത്രങ്ങൾ നിങ്ങളോട് മറുപടി പറയില്ല. ആ ക്ഷേത്രങ്ങളിൽ മഹാത്മാക്കൾ ഉണ്ടെങ്കിൽ, അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറയും. അങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ ആവേണ്ടതാണ് ക്ഷേത്ര സമുച്ചയങ്ങളൊക്കെ. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ മഹാത്മാക്കളെ വിളിച്ചിരുത്തി എപ്പോഴും ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവിടെ വെച്ചിരിക്കേണ്ടതാണ്. അതാത് ദേശത്തുള്ള ആളുകളുടെ എന്നുള്ളതായിട്ടുള്ള നിത്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുള്ള ഒരു ആചാര്യനെ, ഒരു ആചാര്യ മഹാനായിട്ടുള്ള ഒരാളെ, നിസ്സംഗനായിട്ടുള്ള, ഒന്നിലും സ്വാർത്ഥതയില്ലാത്ത, അഹങ്കാരമില്ലാത്ത പണ്ഡിതനായിട്ടുള്ള ഒരു മഹാത്മാവിനെ ഓരോ ക്ഷേത്രങ്ങളിലും ഉപദേഷ്ടാവായി വെക്കണം. ആ സ്ഥാനമാണ് വാസ്തവത്തിൽ ക്ഷേത്ര പുരോഹിതന്മാർക്കുള്ളത്. പക്ഷെ ഇന്നത്തെ പുരോഹിതന്മാരൊക്കെ വയറ്റുപഴുപ്പിന് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു. ആ പൂജ എന്നുള്ളത് തന്നെ അവരൊരു ജോലിയായിട്ടാണ് കരുതിയിരിക്കുന്നത്. അവർക്ക് ശമ്പളം, അതുപോലുള്ള വരുമാനം, അത് മാത്രമേ നോട്ടുള്ളൂ. എവിടെ കൂടുതൽ കിട്ടുമോ അവിടേക്കാണ് അവർ നോക്കുന്നത്. ശബരിമലയിലും ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും ഒക്കെ ചാൻസ് കിട്ടിയാൽ പൂജയ്ക്ക് പോകാം. അടുത്ത് ആരുമില്ലാതിരിക്കുന്ന ഒറ്റപ്പെട്ട ഒരു അമ്പലമുണ്ട്, അവിടേക്ക് പോകണോ ചോദിച്ചാൽ അയ്യോ ഞാനില്ല. അപ്പൊ ഇയാൾക്ക് പൂജയാണോ വേണ്ടത്, കാശാണോ വേണ്ടത്? ചിന്തിക്കുക. ഈ വലിയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പൂജാരിയാവാനുള്ള മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം എന്തൊക്കെ ഇന്റർവ്യൂ, അത് ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നറുക്കിട്ടെടുക്കേണ്ടി വരും. അത്ര തിരക്കാണ്. കാരണം അവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഒരു സീസൺ മതി. ഇവിടെ നമ്മുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള അന്തിത്തിരി വെക്കാൻ പോലും വഴിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ, മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കാത്ത ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ അതുകൊണ്ട് അവിടെ പൂജയ്ക്ക് ഒരു പൂജകനും ഒരു പുരോഹിതനും താല്പര്യമേ ഇല്ല. ചിന്തി. അപ്പൊ എന്താണ് അതിന്റെ തത്വം? എന്തിനു വേണ്ടിയിട്ടാണ് അവരെ പൂജിക്കുന്നത്? കാശിന് വേണ്ടിയിട്ട്. നല്ലോണം വരുമാനം ഏത് ക്ഷേത്രത്തിൽ കിട്ടുമോ അവിടുത്തെ പൂജാരികളാവും അവര്. പൂജയുടെ അരികൾ, പൂജയുടെ ശത്രുക്കൾ. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അവരൊക്കെ CITU മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, ദേവസ്വം പൂജാരികളൊക്കെ. CITU സിന്ദാബാദ്. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല. നിവൃത്തിയില്ലാതെ അങ്ങനെയൊക്കെ പോയി പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. എങ്കിലും സാമാന്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡ് അതാണ്. അപ്പൊ പൂജയ്ക്ക് വേണ്ടിയിട്ടല്ല പലരും ക്ഷേത്രങ്ങളിൽ പൂജാരിയാവുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഓരോ ക്ഷേത്രങ്ങളും അതാത് ദേശങ്ങളിൽ അവിടെയുള്ള പുരോഹിതൻ തന്നെ വളരെയധികം ഈ വക ആധ്യാത്മിക കാര്യങ്ങളിൽ ഉണർവുള്ള ആളായിരിക്കണം, ബോധമുള്ള ആളായിരിക്കണം, ജനങ്ങളെ നേതൃത്വം വഹിക്കാനുള്ള കഴിവുള്ള ഒരാളായിരിക്കണം. പുരോഹിതനാണ് മുമ്പിൽ നിന്ന് ഹിതം പ്രവർത്തിക്കുന്നവൻ. സമൂഹത്തിന്റെ ഹിതത്തെ പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മുമ്പിൽ ലീഡ് ചെയ്യേണ്ട ഒരാളാണ് പുരോഹിതൻ. ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ്. ക്ഷേത്രങ്ങളിൽ ഈ പുരോഹിതന്മാർക്ക് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വിളിക്കുന്ന പേര് ഗുരുക്കൾ എന്നാണ്. തമിഴ് സമ്പ്രദായ പ്രകാരമുള്ള പൂജാരികളെ വിളിക്കുന്ന പേര് ഗുരുക്കൾ. അവര് നമ്മുടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ അവരെന്താ കാണിച്ചു തരുന്നത്? നമ്മളെ ക്ഷേത്രങ്ങളിൽ, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, തമിഴ്നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ഉടനെ തന്നെ ആ പൂജകൻ കർപ്പൂരത്തട്ടെടുത്ത് ശ്രീകോവിലിന്റെ അകത്തേക്ക് ചെന്ന് ആ ദേവനോ ദേവിയോ ആരാണ് നമ്മൾ കാണേണ്ടത് വെച്ചാൽ അവരുടെ മുമ്പിൽ ദീപാരാധന കാണിച്ച് ആ തട്ട് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് തൊഴാൻ കൊണ്ടുവരും. അപ്പൊ നല്ലോണം കാണിച്ചു തരും. നല്ല പൂജകന്മാരാണെങ്കിൽ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു കാണിച്ചു തരും ഈ മൂർത്തിയുടെ സവിശേഷതകൾ, ഈ ക്ഷേത്രത്തിലുള്ള മൂർത്തിയുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്. ഭഗവാനെ പാരുങ്കോ, ഭഗവാനോട് ശംഖ് പാരുങ്കോ, ചക്രം പാരുങ്കോ, ഗദയെ പാരുങ്കോ, പത്മം പാരുങ്കോ, ഭഗവാനോട് പാദങ്ങൾ പാരുങ്കോ, ഭഗവാനോട് കിരീടം പാരുങ്കോ, ഭഗവാനോട് കണ്ടത്തിലെ കൗസ്തുഭം പാരുങ്കോ, വനമാലയെ പാരുങ്കോ.
ഭഗവാനെ വിശദമായിട്ട് കാണിച്ചു തരും, ഒരു വിളക്ക് കാണിച്ചിട്ട് അവർ പറഞ്ഞുകൊണ്ട് കാണിച്ചു തരും. അതാണ് അവരുടെ ധർമ്മം. അതാണ് അവരെ ഗുരുക്കൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനെ കാണാൻ പോകുന്നവർക്ക് ഈശ്വരനെ കാണിച്ചു തരിക എന്നുള്ള പ്രവൃത്തിയാണ് അവരുടെ പ്രവൃത്തി. ആ ധർമ്മം അവർ ചെയ്യുന്നു. ആ ദർശനമാണ് ആ ദീപം. ആ ജ്ഞാന ദർശനത്തിന്റെ പ്രതീകമാണ് ദീപം. അപ്പൊ ആ ദീപത്തെ നമ്മൾ കണ്ണിലേക്ക് ചേർത്ത് വെക്കുന്നു, തൊഴുന്നു. ഈ ദർശനം എനിക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടാവട്ടെ, എൻ്റെ ഈ കണ്ണുകൾക്ക് ഈ ദർശനം എന്നും ഉണ്ടാകട്ടെ എന്നാണ് നമ്മളപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ഞാൻ ഈശ്വരനെ കണ്ട ഈ ദർശനം എനിക്ക് ലോകത്തിൽ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് ദീപത്തെ നമ്മൾ തൊഴുന്നത് കണ്ണിലേക്കാണ്, അല്ലാതെ മൂക്കിലേക്കും വായിലേക്കും തലയിലേക്കും നെഞ്ചത്തേക്കും അല്ല, കണ്ണിലേക്കാണ്. കണ്ണെന്ന് പറഞ്ഞാൽ ദർശനം. അപ്പൊ ഞാൻ ഇവിടെ കണ്ട ദർശനം എനിക്ക് എപ്പോഴും എവിടെയും ഉണ്ടാവണം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഈ ഒരു ദർശനം എൻ്റെ കൂടെ ഉണ്ടാവണം. ഇന്നിവിടെ ഇപ്പൊ ആചാര്യൻ കാണിച്ചു തന്നു ഈശ്വരനെ. ആ ഈശ്വരൻ എൻ്റെ കൂടെ എൻ്റെ ദർശനത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതാണ് അവിടുത്തെ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നമ്മൾ ധന്യരായി, ഈശ്വര ദർശനം കിട്ടി. ആ ഈശ്വര ദർശനത്തിന്റെ ധന്യതയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ് ദക്ഷിണ. ആ ഗുരുവിന്, ആചാര്യന്, ഈശ്വരനെ കാണിച്ചു തന്ന ഒരാൾക്ക് ദക്ഷിണ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കൃതജ്ഞതയുടെ ഒരു പ്രതീകമാണിത്. എന്ത് വിദ്യ തന്നാലും അതിന് ദക്ഷിണ കൊടുക്കുക എന്നുള്ളത് ഒരു കൃതജ്ഞതയുടെ ഭാവമാണ്. അപ്പൊ നമ്മൾ അവർക്ക് ആ തട്ടിൽ ദക്ഷിണ ഇട്ട് കൊടുക്കുന്നു. ഇത് തത്വം അറിയണം നമ്മൾ. പക്ഷെ നമ്മളിപ്പോ പല ക്ഷേത്രങ്ങളിലും പോയാൽ ഈ പൂജാരിമാർക്കും ഈ തത്വം അറിയില്ല. അവർ ഓടിച്ചെന്ന് ദീപം കാണിച്ച് ഓടി തട്ടും കൊണ്ടുവരും പിച്ചക്കാരെ പോലെ. നമ്മളും തട്ടിൽ എന്തെങ്കിലും ഇടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇടും. ഇതാ വരണു, തട്ടെടുത്തിട്ട് വരണു എന്ന് പറയും നമ്മള്. അവനെ ഒരു പിച്ചക്കാരനെ പോലെ കണക്കാക്കും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ എടുക്കാത്ത നോട്ട് അതാണ് നോക്കിയിട്ട് അതിട്ട് കൊടുക്കും. ഏതായാലും അവൻ വന്നൂലോ, തൊഴുവും വേണം. തൊഴുതിട്ട് വെറും കൈയോടെ തൊഴാൻ മടിയായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അങ്ങനെയല്ല വേണ്ടത്, നിറവോടുകൂടി കൊടുക്കുക. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. പോകുമ്പോഴേ ഞാനിതാ ഭഗവാനെ കാണാനാണ് പോകുന്നത്, പോകുമ്പോൾ അവിടെ പൂജകൻ എനിക്ക് ഭഗവാനെ കാണിച്ചു തരും, അദ്ദേഹത്തിന് ഒരു ദക്ഷിണ കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി നമ്മൾ നമ്മുടെ ധർമ്മം നിർവഹിച്ചാൽ ആ പൂജകൻ നാളെ അയാളുടെ ധർമ്മം പ്രവർത്തിക്കുന്നവനായി മാറും. നേരെ മറിച്ച് നമ്മൾ അയാളെ പിച്ചക്കാരനായിട്ട് കണ്ടാൽ അയാളുടെ സ്വഭാവം പിച്ചക്കാരനായിട്ട് മാറും. അതാണ് സമൂഹത്തിൽ വന്ന അധപതനം. ഇങ്ങനെയാണ് എല്ലാ ധർമ്മങ്ങളും ക്ഷയിച്ചത്. ഇപ്പൊ പറഞ്ഞു വന്നത് ഓരോ ക്ഷേത്രങ്ങളും ഈശ്വര ദർശനത്തിന് നമ്മളെ യോഗ്യരാക്കാൻ പര്യാപ്തമാവണം. ഓരോ ക്ഷേത്രങ്ങളിലും സത്സംഗങ്ങൾ നിത്യവും നടക്കണം. അവിടെ വരുന്ന ആളുകൾക്കൊക്കെ വേണ്ട മാർഗദർശനം കൊടുക്കാനുള്ള കഴിവുള്ള ആളുകളായി മാറണം അവിടുത്തെ പുരോഹിതന്മാർ, അവിടുത്തെ അധികാരികളായിട്ടുള്ള ആളുകൾ. ആത്മാർത്ഥതയുള്ള ആളുകൾ വേണം അവിടെ. അതാണ് വേണ്ടത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും നമുക്കത് സാധിച്ചിട്ടില്ല ഈ ഭാരതത്തിൽ. എന്നാണോ ഇനി അതിന് കഴിയുക എന്നറിയില്ല. ഈ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ഇരിക്കട്ടെ. അപ്പോ എവിടെയാണ് ഈ തത്വാന്വേഷണത്തിന് പറ്റിയതായിട്ടുള്ള സ്ഥലം? ആരോടാണ് തത്വം ചോദിക്കേണ്ടത്? അവരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. ആ സജ്ജനങ്ങളോടുള്ള സംഘത്തെയാണ് ഇവിടെ സത്സംഗം എന്ന് പറയുന്നത്. സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം സത്സംഗം. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാല് ഈശ്വര തത്വത്തെക്കുറിച്ച് നല്ല ഉണർവുള്ളവരും ബോധമുള്ളവരും അതിനനുസരിച്ച് സദാചാരത്തോടുകൂടി ജീവിക്കുന്നവരും, അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള മനസ്സുള്ളവരും, താൻ അറിഞ്ഞ ഈശ്വര തത്വത്തെ മറ്റുള്ളവർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കണം, പകർന്നു കൊടുക്കണം, തനിക്ക് കിട്ടിയിട്ടുള്ള ധന്യത, നിറവ് അത് മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ളതായിട്ടുള്ള ചിന്ത, അത് കൃപാരൂപത്തിൽ എല്ലാവരോടും വെച്ച് പുലർത്തുന്ന ഒരു കാരുണ്യമൂർത്തി ആയിരിക്കും സജ്ജനം. സജ്ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. എപ്പോഴും തനിക്ക് കിട്ടിയ ആനന്ദം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം, പങ്കിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ജനങ്ങളെ സജ്ജനങ്ങൾ എന്ന് പറയുന്നു. ആ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം സത്സംഗം.
അപ്പൊ ആ സജ്ജനങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? അവര് നമ്മളെയും സത്തുക്കളായി മാറ്റും, നമ്മളെ സത്തുമായിട്ട് കണക്ട് ചെയ്യും. അവരൊരു മീഡിയേറ്റർ ആയിട്ടല്ല, അവരാദ്യം നമുക്ക് ഉപദേശം ചെയ്യുന്ന ഗുരുക്കന്മാരായി നിന്നുകൊണ്ട് പിന്നീട് അവർ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് സത്ത്, ആ സത്തിനെ കുറിച്ച് പറഞ്ഞു തന്ന് ആ സത്ത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മസ്വരൂപം എന്ന് കാണിച്ചു തന്ന് നിങ്ങളും സത്തുക്കളാണ്, നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ആ സദ്ഭാവമാണ്, ഈശ്വരീയതയാണ്, നിങ്ങൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണ്, നിങ്ങൾ ഓരോരുത്തരും ബൈ നേച്ചർ ഡിവൈൻ ആണ് എന്ന് നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റിയെ പ്രകാശിപ്പിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള ആ സത്തിനെ സാക്ഷാത്കരിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ സജ്ജനങ്ങൾ, ഗുരുക്കന്മാർ, മഹാത്മാക്കൾ. അവർ നമ്മുടെ ഉള്ളിലുള്ള സത്തിനെ കാണിച്ചു തരും. ആ ഈശ്വര തത്വം, അതാണ് സത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം, മൂന്ന് കാലത്തും മാറ്റമില്ലാത്ത വസ്തു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആശ്രയമായ വസ്തു. ആ വസ്തുവിനുമായിട്ട് നമ്മളെ സംഘം ചെയ്യിക്കും, ആ വസ്തുവിനെ കാണിച്ചു തരും. അപ്പൊ ഏറ്റവും നല്ല അമൂല്യമായിട്ടുള്ള ആ വസ്തു കിട്ടുന്നതോട് കൂടിയിട്ട് ഇതുവരെ നിസ്സാര വസ്തുക്കൾക്ക് വേണ്ടി കടിപിടി കൂടിയിരുന്ന നമ്മൾ ആ നിസ്സാര വസ്തുക്കളിലുള്ള ശ്രദ്ധ തന്നെ ഇല്ലാതെയാവും നമുക്ക്. അതാണ് ഇവിടെ നിസ്സംഗത്വം എന്ന് പറയുന്നത്. ഇത് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കിട്ടിയതിന്റെ പുറകെ പോകുന്നത്. വിലപിടിച്ചത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിലയില്ലാത്തതിനെയൊക്കെ കൈവടിയാറില്ലേ? കൊച്ചു കുട്ടികൾക്ക് നമ്മൾ പുതിയൊരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്തു എന്ന് പറയാം. നോക്കൂ, അപ്പൊ അവര് പണ്ട് കളിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള വടിയും കോലും ഗോട്ടിയും മച്ചിങ്ങയും അതുപോലെയുള്ളതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ കളിപ്പാട്ടത്തിന്റെ പുറകെ പോരും. അതിലായിരിക്കും പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ. നല്ലൊരു പുതിയ വസ്ത്രം കൊടുത്താൽ പഴയ വസ്ത്രം ഊരിക്കളഞ്ഞ് ഈ പുതിയതെടുത്തു കൊടുക്കും, അല്ലെ? സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പുതിയ പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. പുതിയ ബാഗ് വേണം, പുതിയ ജോമെട്രി ബോക്സ് വേണം, പുതിയ ടിഫൻ ബോക്സ് വേണം, പുതിയ കൊട, പുതിയ പുസ്തകങ്ങള്. അപ്പൊ പഴയതിനേക്ക് ഒളിച്ചു വെക്കും, വലിച്ചെറിയും. പഴയതൊന്നും ഇല്ല എന്ന് പറയും, എല്ലാം പുതിയത്. അപ്പൊ നല്ലത് കിട്ടുമ്പോൾ പഴയതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മുടെ ശീലമാണ്. പഴയതൊക്കെ നമ്മുടെ മനസ്സിന്ന് സ്ഥാനമില്ലാതെ പോകും. എന്നതുപോലെ ഈ സത്തായ വസ്തുവിനെ കാണിച്ചു തരുമ്പോൾ, ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ അറിയേണ്ടത്, ഇതാണ് നിങ്ങളുടെ സ്വരൂപം, ഇതിനെ പ്രാപിക്കണം, ഇതിനെ പ്രാപിച്ചാലാണ് നിങ്ങൾക്ക് ജീവിതം ധന്യമാവുക, ഇതാണ് നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞ് ഈ തത്വത്തെ, ഈശ്വര തത്വത്തെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നു കഴിയുമ്പോൾ, അതിനോട് നമുക്ക് ആഭിമുഖ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിൽ രുചി വളർന്നു കഴിഞ്ഞാൽ, പിന്നെ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള നിസ്സാര വിഷയങ്ങളിലൊക്കെ നമുക്ക് സംഘം കുറഞ്ഞു കുറഞ്ഞു പോകും. കാരണം നമ്മുടെ മനസ്സ് ടോട്ടലി ഈ വിഷയത്തിലേക്ക് ഡെഡിക്കേറ്റഡ് ആവുകയാണ്, ഇതിലോട് ആഭിമുഖ്യം വളരുകയാണ്. അപ്പൊ മറ്റതിൽ വൈമുഖ്യം ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു ദിക്കിലേക്ക് പോകണമെങ്കിൽ വേറൊരു ദിക്കിനെ വിടണമല്ലോ. നമ്മുടെ മനസ്സിന്റെ സ്നേഹം ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വേറൊന്നിൽ നിന്ന് പിൻവലിക്കണമല്ലോ. അപ്പൊ ഇതുവരെ നമ്മൾ ഏത് വിഷയങ്ങൾക്ക് സ്നേഹം കൊടുത്തിരുന്നുവോ അതിൽ നിന്ന് പിൻവലിച്ച് വൃത്തിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നു. അപ്പോ അതാണ് വിഷയങ്ങളിൽ നിസ്സംഗത്വം ഉണ്ടാകുന്നു. ഇതുവരെ അനുഭവിച്ച ഭോഗങ്ങളിൽ നമുക്ക് സംഘം കുറഞ്ഞു വരുന്നു. അതാണ് നിസ്സംഗത്വം, സംഘം ഇല്ലായ്മ. ആ വിഷയങ്ങളിലൊന്നും നമുക്ക് കെയർ ഇല്ലാതെയാവും. നമ്മൾ അതിലൊന്നും പണ്ടുണ്ടായിരുന്ന ഒരു ഇന്റൻസ് ആയിട്ടുള്ള താല്പര്യം ഇപ്പൊ ഇല്ല. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, വരുന്നത് വരട്ടെ, വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ആവശ്യത്തിന് വേണ്ടത് മതി എന്നൊക്കെയുള്ള ഈ ലോക വിഷയങ്ങളോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറും. പലതും അനാവശ്യമായിട്ട് നമുക്ക് തോന്നും. എന്തിനാ ഞാൻ ഈ ആവശ്യമില്ലാതെ ഈ ഭാരം ചുമക്കുന്നത്, ഇതെന്തിനാണ് എനിക്ക്, ആവശ്യമില്ലല്ലോ വാസ്തവത്തില് എന്ന് പറഞ്ഞ് പലതിനും നമ്മൾ ഉപേക്ഷിക്കും. ഇതാണ് നിസ്സംഗത്വം. ഇപ്പൊ സത്സംഗം, സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം നമ്മൾക്ക് നിസ്സംഗത്വത്തെ നേടിത്തരുന്നു. ആ സജ്ജനങ്ങൾ
സജ്ജനങ്ങളാണ് നമ്മുടെ ഉള്ളില് ഈ വിവേകം തരിക, ഈ നിത്യാനിത്യ വസ്തു വിവേകം, അല്ലെങ്കിൽ സത്ത് അസത്ത് എന്നുള്ളതായിട്ടുള്ള വിവേകം. അത് ആ വിവേകത്തെ നമ്മുടെ ഉള്ളിൽ ഉണർത്തി തന്ന് അസത്തുക്കളായിട്ടുള്ള വസ്തുക്കളോടുള്ള ഭ്രമത്തെ വെടിഞ്ഞ് സത്തിനോടുള്ളതായിട്ടുള്ള നമ്മുടെ ശ്രദ്ധയെ, താല്പര്യത്തെ വർദ്ധിപ്പിക്കുവാൻ സജ്ജനം നമ്മളെ പ്രേരിപ്പിക്കും. ദുർജന സംഘം തീർച്ചയായിട്ടും നമ്മളെ അവർക്കിഷ്ടമുള്ള വിഷയങ്ങളിലേക്കാണ് വലിച്ചഴിക്കുക. അതുകൊണ്ട് ആ ദുഷ്ട സംസർഗം നമ്മൾ പരമാവധി ഒഴിവാക്കണം. ഇന്ന് വരെ നമുക്ക് സത്സംഗം കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ദുഷ്ടജനങ്ങളുമായിട്ട് സംഘം ചെയ്തു. അവരുടെയൊക്കെ സ്വഭാവം നമ്മൾക്കും ബാധിച്ചു, അല്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, അല്ലെങ്കിൽ ചന്ദനത്തോട് ചേർന്നാൽ ചന്ദനം, ചാണകത്തോട് ചേർന്നാൽ ചാണകം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാര് പറയും. ചന്ദനത്തോട് ചേർന്നാൽ, സജ്ജനങ്ങളോട് ചേർന്നാൽ ആ ചന്ദനത്തിന്റെ ഗന്ധം നമുക്ക് ആഗിരണം ചെയ്യാം. ചാണകം പോലെ നാറുന്ന ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാലോ ആ ചാണകനാറ്റം നമ്മൾക്കും വരും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൂട്ടുകെട്ടുകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം. അപ്പൊ നമ്മൾ ഇന്ന് അധപ്പതിക്കുന്നുവെങ്കിൽ, നമ്മുടെ ചിന്തകൾ വളരെ പ്രാകൃതങ്ങളായി പോകുന്നുവെങ്കിൽ, മത്സര ചിന്തകളാവുന്നുവെങ്കിൽ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ശരിയല്ല, നമ്മുടെ സഹവാസം ശരിയല്ല. അതിപ്പോ മനുഷ്യരാവണമെന്നില്ല, ഇപ്പോഴത്തെ ടിവിയും അതുപോലെയുള്ളതായിട്ടുള്ള മാധ്യമങ്ങളും ഒക്കെ മതി. അതൊക്കെ ദുസ്സംഗമാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളില് വേണ്ടാത്ത വികാരങ്ങളെ ജനിപ്പിക്കുകയാണ്, വേണ്ടാത്ത ചിന്തകളെ പ്രകോപിപ്പിക്കുകയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതൊക്കെ ദുസ്സംഗമാണ്, മനുഷ്യർ മാത്രമല്ല. അപ്പൊ അങ്ങനെ ഇതോടുള്ള ബന്ധം, ഈ ദുഷിച്ച വസ്തുക്കളോടുള്ള ബന്ധം നമ്മളെ ദുഷിപ്പിക്കുന്നു. സജ്ജനങ്ങളുമായിട്ടുള്ള അതുപോലെയുള്ള സത്സംഗങ്ങളിൽ, അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നിത്യവും ഇണങ്ങിയാൽ അതിനോടുള്ള രുചി നമുക്ക് വളർന്നു വരും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. നമ്മുടെ ഉള്ളില് ഈ ഒരു നിസ്സംഗത, വിഷയവസ്തുക്കളോടുള്ള പഴയ ആസക്തി ഇല്ലാതെയാവുന്നതോടുകൂടി നമ്മൾ കൂടുതൽ സ്വതന്ത്രരാവുകയാണ്. നമ്മൾ ഈ ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്, ഈ വിഷയങ്ങളാകുന്ന ചെളിക്കുണ്ടിൽ നിന്ന് കരയ്ക്ക് കയറുകയാണ്. അപ്പൊ നമ്മുടെ ദർശനം തന്നെ മാറുകയാണ്. അതാണ് നിർമോഹത്വം. മോഹരാഹിത്യം ഉണ്ടാകുന്നു. മോഹം എന്നാൽ അവിവേകം, തെറ്റിദ്ധാരണകൾ, ഡെലൂഷൻ, അതൊക്കെ മാറി ശരിയായ രീതിയിൽ കാര്യങ്ങളെ കാണുവാനുള്ള ആ ഒരു ബുദ്ധി സ്ഥിരത നമുക്കുണ്ടാവുന്നു, ശരിയായ ദർശനം ഉണ്ടാവുന്നു. നമ്മുടെ കണ്ണിലുണ്ടായിരുന്ന ചെളിയൊക്കെ നമ്മൾ കഴുകി കളഞ്ഞു, വികലമായ ദർശനം മാറി. അതാണ് നിർമോഹത്വം. മോഹത്വം നിർഗമിച്ച അവസ്ഥ, തെറ്റിദ്ധാരണകൾ പോയി എന്നർത്ഥം. അങ്ങനെ നിർമോഹത്വം, മിന്നിത്തിളക്കങ്ങള്, വിഷയങ്ങളുടേതായിട്ടുള്ള ഭൗതിക വസ്തുക്കളുടെ ആകർഷണീയത ഒക്കെ വെറും തെറ്റിദ്ധാരണയായിരുന്നു, ഭ്രമം മാത്രമായിരുന്നു. ചിന്തിച്ചപ്പോൾ, അതിനെ നല്ലതുപോലെ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ ഈ കാണുന്ന മിന്നുന്നതൊന്നും അല്ല, മിന്നുന്നതൊന്നും പൊന്നല്ല. ഒരു കുപ്പിച്ചില്ല് കണ്ട് ഓടിച്ചെന്ന് രത്നമാണെന്ന് ചെന്ന് എടുത്തു. നല്ലോണം അടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വെറും കുപ്പിച്ചില്ലാണ് എന്ന്, അല്ലേ? അതുപോലെ ദൂരെ ഒരു വെള്ളി നാണയം തിളങ്ങുന്നത് കണ്ട് ഓടിച്ചെന്ന് എടുത്തു. നോക്കിയപ്പോൾ അത് വെറും ഒരു കക്ക ആണ്, ഒരു ചിപ്പി. അത് കണ്ടിട്ടാണ് നമ്മള് വെള്ളി നാണയം എന്ന് ഭ്രമിച്ചത്. അപ്പൊ ഇതുപോലെയാണ് ഈ ലോകത്തിലുള്ള നമ്മുടെ മോഹം, ഭ്രമം. ഒന്നും വൃത്തിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കി അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ബുദ്ധിക്കൊരു സ്റ്റഡീനെസ് ഉണ്ടാകുന്നു. അതാണ് നിർമോഹത്വം. ഉള്ളതിനെ ഉള്ളതുപോലെ കാണാനുള്ള കഴിവ്, വസ്തുതകളെ കാണാനുള്ള കഴിവ്. നിസ്സംഗത്വേ നിർമോഹത്വം. ബുദ്ധിയിലെ രാഗദ്വേഷങ്ങൾ കുറയുന്നതോട് കൂടിയിട്ട് ബുദ്ധിക്ക് ക്ലാരിറ്റി വരുന്നു. അപ്പൊ കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ് നിർമോഹത്വം. നിർമോഹത്വേ നിശ്ചലതത്വം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിയിലെ മോഹം, ഡെലൂഷൻ നീങ്ങിയാൽ നമ്മൾക്കൊരു നിശ്ചലത എന്നുള്ള അവസ്ഥ വരും. അതാണ് നിശ്ചലതയുടെ ഭാവം, നിശ്ചലതത്വം. ഇപ്പൊ ബുദ്ധി സ്ഥിരമായിട്ടുള്ള സ്ഥിതപ്രജ്ഞത എന്ന് പറയും. പ്രജ്ഞയ്ക്ക് സ്ഥിതഭാവം, സ്ഥിരഭാവം. പ്രജ്ഞ ഉറക്കുകയാണ്. എന്താ പ്രജ്ഞ? പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ശരിയായ നോളജ്, വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവ്.
ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ്, ഞാൻ ആരെന്നുള്ളതായിട്ടുള്ള ബോധം, ഈ ലോകത്തിന്റെ സ്വഭാവം എന്തെന്നുള്ളതായിട്ടുള്ള ബോധം, ഞാനും ഈ ലോകവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം, ഈ ലോകവും ഞാനും എവിടുന്ന് വന്നു, ഏത് തത്വത്തിന്റെ പ്രകാശമാണ്, വാസ്തവം എന്താണ്, ആ വാസ്തവത്തെ കുറിച്ചിട്ടുള്ള ബോധമാണ് പ്രജ്ഞ. പ്രകർഷേണ ഉള്ള ജ്ഞാനം, ബോധം. ആ പ്രജ്ഞ ഉറച്ച അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത. ആ സ്ഥിതപ്രജ്ഞതയാണ് ഇവിടുത്തെ നിശ്ചലതത്വം, നിശ്ചലതാഭാവം. നിശ്ചലത തന്നെയാണ് നിശ്ചലതത്വം. അപ്പൊ ബുദ്ധി നിശ്ചലമായി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉറക്കേണ്ടടുത്ത് ഉറച്ചു എന്നർത്ഥം. ഇനി വേവറിങ് ഇല്ല, വാണ്ടറിങ് ഇല്ല, അന്വേഷണങ്ങളില്ല, കൊതിയില്ല, അജിറ്റേഷൻസ് ഇല്ല, വേണ്ട ഡിസയേഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ബുദ്ധിയിൽ വേണ്ടാത്ത ആഗ്രഹങ്ങളോ അജിറ്റേഷനുകളോ വറീസോ ഒന്നും ഇല്ലാതാവുന്നു. ബുദ്ധി ശാന്തമാകുന്നു, അഗാധ ഗംഭീരമായിട്ടുള്ള ഭാവത്തെ പ്രാപിക്കുന്നു. അതാണ് നിശ്ചലതത്വം, അതാണ് സ്ഥിതപ്രജ്ഞത. അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞനെയാണ് പറയുന്നത് ഭഗവത്ഗീതയിലൊക്കെ ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. അപ്പൊ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ അയാൾക്ക് യാതൊരു ഭയവും ഉദ്വേഗവുമില്ല. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ, മനസ്സില് ഉദ്വേഗമില്ലാത്ത, അജിറ്റേഷൻസ് ഇല്ലാത്ത, ഭയമില്ലാത്ത ഏത് പ്രതികൂല സാഹചര്യത്തെയും സ്റ്റഡി മൈൻഡോട് നേരിടുന്നു, ശാന്തമായി കൈകാര്യം ചെയ്യുന്നു. സുഖേഷു വിഗതസ്പൃഹ, അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, അനുകൂല വിഷയങ്ങൾ വരുമ്പോൾ അതിലൊന്നും സ്പൃഹയില്ലാതെ, കൊതിയില്ലാതെ, ആസക്തിയില്ലാതെ, അതിന്റെ പുറകെ പായാതെ അതിനെയും ശാന്തമായി അളവിൽ വേണ്ടത് മാത്രം സ്വീകരിക്കുന്നു. അങ്ങനെ വീതരാഗ ഭയക്രോധ, രാഗവും ഭയവും ക്രോധവും വീതമായി, വീതമായി വിഗതമായി പോയി. വിശേഷേണ ഇതം, ഇതം എന്ന് പറഞ്ഞാൽ ഗതം. അപ്പൊ രാഗവും ഭയവും ക്രോധവും വിട്ടുപോയവനാണ്. അറ്റാച്ച്മെന്റ് ഇല്ല, ആസക്തിയില്ല, ഭയമില്ല, ആങ്സൈറ്റിയോ വറീസോ ഫിയറോ ആ കോംപ്ലക്സുകളൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും, ലോകം തന്നെ തലകിഴായി മറിഞ്ഞാലും ഇന്നതേ വരാനുള്ളൂ എന്ന് ഈ ഒരു ജ്ഞാനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോധവുമില്ല, എല്ലാവരോടും സിമ്പതിയാണ്. ഈ അറിവില്ലാത്ത ആളുകൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവരോട് ക്രോധമല്ല വരുന്നത്, സിമ്പതിയാണ് തോന്നുക. മഹാത്മാക്കൾക്ക് കാരുണ്യം തോന്നും. വീതരാഗ ഭയക്രോധ സ്ഥിതധീഹി മുനിഹി ഉച്യത്തെ. അങ്ങനെയുള്ള ഒരു മുനിയെ സ്ഥിതധീ, സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കാം. അങ്ങനെ ഗീതയിലെ 18 ശ്ലോകങ്ങളെ കൊണ്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞു തരും 2-ാം അധ്യായത്തില്. അവിടെ ആ ഒരു അവസ്ഥയാണ് നിശ്ചലതത്വം. നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ നിശ്ചലത തന്നെയാണ് ജീവൻ മുക്തി. ആ നിശ്ചലത കൂടുതൽ കോൺസ്റ്റന്റ് ആയാൽ, നിഷ്ഠയോടുകൂടിയതായാൽ, ബുദ്ധിയുടെ ഈ ഒരു നൈശ്ചല്യാവസ്ഥ അത് നിഷ്ഠാപൂർവമായാൽ, നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറച്ചവസ്ഥ എന്നാണ്, നിതരാം സ്ഥിതി, നിഷ്ഠ. അപ്പൊ നിഷ്ഠയുണ്ടായി കഴിഞ്ഞാൽ അത് ജീവൻ മുക്തി. അവൻ പിന്നെ മുക്തനാണ്, സ്വതന്ത്രനാണ്. അവന് യാതൊരു വിഷമതകളും ഈ ലോകത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അവനറിയാം ഈ ലോകത്തിന്റെ സ്വഭാവം. നല്ല ചൂടുകാലത്ത് ചൂടുണ്ടാവും, നല്ല മഴക്കാലത്ത് മഴയുടേതായിട്ടുള്ള ഉപദ്രവം ഉണ്ടാവും, തണുപ്പ് കാലത്ത് തണുപ്പുണ്ടാവും, ഋതുക്കൾ മാറി മാറി വരും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല, അതൊക്കെ പോകും. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നില്ല, ഇത് കടന്നു പോകും. അവന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവൻ വറിയടല്ല. ആഗമാബായിനോ അനിത്യാഹ, വരുന്നതും പോകുന്നതുമാണ്, അനിത്യങ്ങളാണ്. അതുകൊണ്ട് അവയെ അവഗണിക്കുക. താൻ തിദിക്ഷസ്വ ഭാരത. തിദിക്ഷ എന്ന് പറഞ്ഞാൽ അവഗണനയാണ്, ഇഗ്നോർ ചെയ്യുക. തെക്തും ഇച്ഛ തിദിക്ഷ, ത്യജിക്കുവാനുള്ള സന്നദ്ധതയാണ് തിദിക്ഷ. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അവഗണിക്കുക എന്ന് തന്നെയാണ്. അപ്പൊ കഷ്ടപ്പാടുകളില്ല അവിടെ, അവഗണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഉദാസീനനായി, അതിനതീതനായിരുന്നു കൊണ്ട് ദർശിക്കുക.
ഒരു പാസിംഗ് ഷോ, എല്ലാം കടന്നു പോകും. ഇപ്പൊ ഇതാണ് രംഗം, നാളെ വേറൊരു രംഗമായിരിക്കും, ഇതാണ് ലോക സ്വഭാവം എന്ന് കാണുന്നവനാണ് ജീവൻ മുക്തൻ. അപ്പോ പടിപടിയായിട്ട്, അപ്പൊ ആദ്യത്തെ പടി ഏതാണ്? അതാണ് പ്രധാനം. ഈ പടിയിലേക്ക് നിങ്ങൾ കാല് വെച്ചാൽ ഇതൊരു എസ്കലേറ്ററാണ്, നിങ്ങളെ മുകളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ കാര്യമായിട്ടൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പണിയെടുക്കുന്നൊന്നും കഷ്ടപ്പാടായിരിക്കില്ല, അറിയില്ല. അപ്പൊ സത്സംഗം എന്ന് പറയുന്നത് ഒരു എസ്കലേറ്ററിൽ നിങ്ങൾക്ക് കാല് വെക്കുന്നത് പോലെയാണ്, കയറുന്നത് പോലെയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യും, മുകളിലേക്ക് എത്തിക്കും. ബാക്കി ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ശ്രവണം, സത്സംഗങ്ങളിൽ പങ്കെടുത്ത് ആചാര്യന്മാരിൽ നിന്ന് ശാസ്ത്രങ്ങളെ വിധിയാമണ്ണം ശ്രദ്ധാപൂർവം ശ്രവണം ചെയ്യുക. അത് നിങ്ങളെ ജീവൻ മുക്തി പദത്തിലേക്ക് ഉയർത്തും. ആ പടികളെയാണ് ഇവിടെ എണ്ണിപ്പറഞ്ഞത്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. അപ്പോ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനാശംസ. 1:15 വരെ ഗ്രഹണം ഉണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരും അവരവരാലാവുന്ന പോലെയുള്ള ശൗചാദികൾ ചെയ്ത് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. എല്ലാവരും സ്വസ്ഥരായിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നാളെ രാവിലെ 8:30 മണിക്ക് പുതിയൊരു സ്തോത്രം തുടങ്ങുന്നതായിരിക്കും. 10:30 മണിക്ക് ഭജഗോവിന്ദം തുടരുന്നതായിരിക്കും. ഹരി ഓം നാരായണ. എല്ലാവർക്കും ഇന്ന് യോഗദിന ആശംസകൾ, അത് പറയാൻ മറന്നു. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ. എല്ലാവരുടെയും സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട്. എല്ലാവർക്കും ആ ഒരു ദിനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ, അഭിനന്ദനങ്ങൾ. അതിനോട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അതിൽ പ്രവർത്തിക്കുക. പുതിയ ആളുകൾക്കും അതിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ശരീര മനോബുദ്ധികൾക്കും ആത്മാവിനും വേണ്ടതായിട്ടുള്ള ആ ഒരു ആരോഗ്യം നൽകുന്ന ഒരു പദ്ധതിയാണ് യോഗാനുഷ്ഠാനങ്ങൾ. വെറും ആസനം അഭ്യസിക്കൽ മാത്രമല്ല, അത് യോഗം എന്നുള്ളത് ഒരു സമ്പൂർണമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്, അഷ്ടാംഗ യോഗമാണത്. അതിൽ ആദ്യത്തെ അംഗങ്ങളൊക്കെ വേണ്ട രീതിയിൽ അനുഷ്ഠിച്ച് കഴിയുമ്പോഴാണ് ആസനം എന്നുള്ളതിലേക്ക് വരിക. യമം നിയമം ആസനം. അപ്പൊ യമനിയമങ്ങൾ പാലിച്ച് ആസനം അഭ്യസിച്ച് പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധികളിലൂടെ ഉയർന്ന് ആത്മതത്വവുമായിട്ടുള്ള ചർച്ചയ്ക്ക് പേരാണ് യോഗം. യുജിര് മേളനേ. അവനവന്റെ ആത്മതത്വവുമായിട്ടുള്ള മേളനമാണ് യോഗം. ഈശ്വരനുമായിട്ടുള്ള മേളനമാണ് യോഗം. ആ ഒരു സമാധി അവസ്ഥയിലേക്ക്, ഈശ്വരനുമായിട്ടുള്ള ചർച്ചയിലേക്ക് എല്ലാവരും എത്തട്ടെ. അതിനായിക്കൊണ്ട് ആശംസിക്കുന്നു. ഹരി ഓം നാരായണ.